എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയുന്നത് വിശ്വസനീയമല്ല ഒരിക്കലും ഒരിക്കലും. പിന്നെ കഴിഞ്ഞ തവണ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ അത് ഇതുപോലെ പ്രവചിച്ചു, കുറേ ഇങ്ങനെ വരുമെന്നൊക്കെ പറഞ്ഞു. ഏതാണ്ട് അതിനടുത്തൊക്കെയുള്ള കാര്യങ്ങൾ വന്നു. അതൊക്കെ അതുപോലൊക്കെ വന്നു. പലരും പല രീതിയിലാണ് ഈ പ്രവചനം നടത്തുന്നത്. ആരാ എന്താ പ്രവചിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും പറയാനും പറ്റുന്നില്ല. കേരളത്തിലെ പ്രവചനം പോലും വരുന്നുണ്ട്. ഒരിക്കലും വിശ്വസിക്കാൻ വയ്യാത്ത പ്രവചനങ്ങൾ കേരളത്തിലും വരുന്നുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ആ പ്രവചനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നിപ്പം ഞാൻ പത്രത്തിൽ നിന്ന് കണ്ട, മറ്റേത് ഞാൻ കണ്ടില്ല, ആ പ്രവചനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇടതുപക്ഷം, അതായത് ഈ നമ്മുടെ ലെഫ്റ്റ് വിങ് എന്ന് പറയുന്ന അവർ യഥാർത്ഥത്തിൽ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണ് വോട്ട് ഷെയറിങ്ങിൽ. അതൊരിക്കലും കേരളത്തിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ 1-2 സ്ഥലങ്ങളിലോ എങ്ങാണം അവർ 3-ാം സ്ഥാനത്ത് ചിലപ്പോൾ ആയിപ്പോയെന്നിരിക്കാം. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ 2-ാം സ്ഥാനത്തിൽ കുറഞ്ഞ് അവർ പുറകോട്ട് പോകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. വോട്ട് ഷെയറിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ വോട്ട് ഷെയറിങ് 28% ആണ് BJPക്ക് വോട്ട് ഷെയർ പറഞ്ഞേക്കുന്നത്. ഇനി ആ 28% എന്ന് പറയുമ്പോൾ വേറെ കാര്യമുള്ളത്, ഈ വോട്ട് ചെയ്യാൻ പോയേക്കുന്നവരുടെ 28% ആയിരിക്കും. എന്നാലും അത് വിശ്വസനീയമല്ല ഒരിക്കലും. അവർക്ക് 1-2 സീറ്റൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കും, അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ പ്രവചിച്ചേക്കുന്ന പോലെ 3 സീറ്റൊന്നും BJPക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേരളത്തിൽ. പക്ഷേ ചിലപ്പോൾ 1-2 ഒരു സ്ഥലത്തെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഞാനത് കണക്കാക്കുന്നുള്ളൂ. അല്ലാതെ ബാക്കിയൊന്നും എനിക്ക് അതിനകത്ത്, അല്ല മാക്സിമം 2, അതിൽ കൂടുതലൊന്നും ഒരു കാരണവശാലും വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് പിന്നെ ലെഫ്റ്റ് ഇത് വിങ്ങിൻ്റെ അവർക്ക് പോലും വിശ്വാസമില്ല അവർക്ക് 5-6 സീറ്റ് കിട്ടുമെന്ന്. അവർക്കും വിശ്വാസമില്ല. പിന്നെ അതൊരു പ്രത്യേകതയുള്ളൊരു കാര്യമല്ല. ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടിയാലും വലതുപക്ഷത്തിന് കിട്ടിയാലും ശരി, അതെല്ലാം പോകുന്നത് ഇന്ത്യ മുന്നണിയിലേക്കാണ്. അപ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ നേട്ടമായിട്ടേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടൻസേ ഇല്ല ആ കാര്യത്തിൽ. ഇപ്പോൾ അതായത് ഇവിടെ ഇത് വലതുപക്ഷത്തിന് എത്ര കിട്ടുന്നു, അതായത് പ്രതിപക്ഷത്തിന് ഇവിടെ എത്ര കിട്ടുന്നു, ഭരണപക്ഷത്തിന് എത്ര കിട്ടുന്നു എന്നുള്ളത് ഒട്ടും ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമല്ല. BJPക്ക് എത്ര കിട്ടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം വരുന്നത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ ഇവർ മറ്റവരെ ആര് ജയിച്ചാലും പോയി കൈവെക്കുന്നത് അവിടെ ഈ ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അതിന് യാതൊരു പ്രത്യേകതയില്ല. ഞാൻ ഈ പ്രവചനം ഒരിക്കലും നോക്കാറില്ല. കാരണം ഇത് വിശ്വാസ്യതയുള്ള ഒരു കാര്യമല്ല. ഇത് പൊട്ടന്മാർക്ക് വേണ്ടിയുള്ളതാണ്. അല്ലാതെ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി 4-ാം തീയതി 4-ാം തീയതി ഇത് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ശരിയായ പിക്ചർ കിട്ടുള്ളൂ. അല്ലാതെ ഇത് കാണുന്നതിൽ ഒരർത്ഥവുമില്ല. അതുകൊണ്ട് ഞാനിത് കാണാനേ പോയില്ല. കാരണം എനിക്കറിയാം ഈ ലേലം വിളി ഇത് ചുമ്മാതുള്ള ഒരു കാര്യമാണ്. പിന്നെ അതല്ലെങ്കിൽ അതിനകത്ത് വേറെ ചില കള്ളക്കളികളുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല.